ഹലോ ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ അമ്മാമ്മയും അമ്മയുടെ അമ്മയും എൻ്റെ മരുമോളും, അതായത് അനിയത്തിയുടെ മോളും തമ്മിലുള്ള ഒരു ബോണ്ടാണ്. അമ്മാമ്മയും കൊച്ചുമോളും തമ്മിലുള്ള ഒരു ബോണ്ട്. അതായത് ഇവര് എൻ്റെ മരുമോള് ജനിച്ചപ്പോൾ മുതൽ ജനിച്ച് വീണ് ഹോസ്പിറ്റലിൽ വന്ന് വീട്ടിലെത്തിയ ദിവസം മുതൽ 2-2.5 വയസ്സ് വരെ നോക്കിയത് അമ്മാമ്മയാണ്, അമ്മയുടെ അമ്മയാണ്. അപ്പൊ അവൾക്ക് അവളുടെ അമ്മയെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവൾക്ക് അടുത്തിടപഴകിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അമ്മാമ്മയാണ്. ആ കൊച്ചു ജനിച്ച്, അതായത് മരുമോള് ജനിച്ച് 28 കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ 90ാമത്തെ ദിവസം അങ്ങോട്ട് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അടുത്ത മാസം അവൾക്ക് ഇൻഫോ പാർക്കിൽ ജോലി കിട്ടി. ശേഷം കൊച്ചിനെ ആര് നോക്കുന്ന ചോദ്യം വന്നപ്പോഴാണ് അമ്മാമ്മയ്ക്ക് നറുക്ക് വീണത്. അമ്മാമ്മയാണെങ്കിൽ അച്ഛൻ മരിച്ച ശേഷം ഒറ്റയ്ക്കാണ് താമസം. അപ്പൊ വയസ്സായതിന്റെ ഇഷ്യൂ, പ്രായത്തിന്റെ ഓരോ ഇഷ്യൂവും, ഹെൽത്ത് ഇഷ്യൂ, ആരോഗ്യപരമായ കാര്യങ്ങളും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് അമ്മമ്മ കൊച്ചിനെ നോക്കാൻ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ജോലി കിട്ടി കാക്കനാട് കൊച്ചി ഇൻഫോ പാർക്കിലായിരുന്നു. അപ്പൊ കൊച്ചി ഇൻഫോ പാർക്കിന്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അമ്മാമ്മയും കൊച്ചുമോളും അനിയത്തിയും അളിയനും കൂടി ഇരുന്നു. അവളുടെ അമ്മയെ കഴിഞ്ഞപ്പോൾ 2ാം സ്ഥാനം, അല്ലെങ്കിൽ 2ാം അമ്മ എന്ന് പറയുന്നത് അമ്മമ്മ മാത്രമാണ്. അതായത് മറ്റുള്ള ആരുമായിട്ടും അധികം ബന്ധമില്ല. ഞങ്ങളെക്കാളും ഇവിടുന്ന് മാസത്തിൽ ഒരിക്കലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് മാസത്തിൽ 1-2 തവണ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ കൂടുതൽ അവൾക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത് പണ്ട് മുതൽ തന്നെ അമ്മമ്മയുടെ അടുത്തായിരുന്നു. അപ്പൊ അവൾ ചെറുപ്പം മുതൽ കുളിപ്പിച്ചതും ഭക്ഷണം കൊടുത്തതും നടക്കാൻ പഠിപ്പിച്ചതും സംസാരിക്കാൻ പഠിപ്പിച്ചതും, അവളുടെ സംസാരിക്കുന്ന സമയത്ത് തൃശ്ശൂർ സ്ലാങ് ഉണ്ടെങ്കിൽ കൂടി പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അമ്മാമ്മയുടെ ഒരു സ്ലാങ് വരാറുണ്ട് പലപ്പോഴായിട്ട്. എന്താ കഥ എന്ന് വെച്ചാൽ, ഒരു 3-4 മാസത്തോട് രണ്ടുപേരും 2 സ്ഥലത്തെ കഴിയുന്നത്. അതായത് അമ്മമ്മയ്ക്ക് ഇപ്പോൾ അവളെ നോക്കാൻ പറ്റുന്നില്ല. അതായത് അവളെ കുറച്ച് വലുതായതുകൊണ്ടും അമ്മമ്മയ്ക്ക് ആരോഗ്യപരമായ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അമ്മ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അവളിപ്പോൾ ഡേ കെയറിലായതുകൊണ്ട് അമ്മമ്മ ഡെയിലി കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവൾക്ക് ഓർമ്മ വരുന്ന സമയത്ത് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഇനി ഇവിടെ വന്നാൽ തന്നെ പലപ്പോഴായിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് പോകാറുണ്ട്. അപ്പൊ ഇത്തവണ വന്നിട്ട് അനിയത്തിക്ക് ലീവ് ഉണ്ടായിരുന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അമ്മമ്മയുടെ യാത്ര പറയാൻ പോയതാണ്. നമ്മൾ പറയാറുണ്ട്, കുട്ടികളുടെയും വയസ്സായ ആളുകളുടെയും സ്നേഹം എന്ന് പറയുന്നത് നിഷ്കളങ്കമായുള്ള സ്നേഹമാണ്. അതായത് കളങ്കമില്ലാത്തൊരു സ്നേഹമാണ് ഈ വയസ്സായ ആളുകളുടെയും കുട്ടികളുടെ എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ അമ്മാമ്മയുടെയും കൊച്ചുമോളുടെയും ഒരു സ്നേഹത്തിൽ കാണുന്നത്.